ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പനീർ മസാലയാണ് തയ്യാറാക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. 200 പനീറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടി ഒരു 4 സ്പൂൺ ഗരം മസാല, അല്പം കുരുമുളക്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ടി 4 സ്പൂൺ ചെറിയ ജീരകം, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 ചെറിയ പീസ് പട്ട, 3-4 കരയാമ്പൂ, 3-4 ഏലക്ക, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 ചെറിയ പീസ് ബേ ലീഫ്, പിന്നെ 1 സ്പൂൺ കോൺഫ്ലോർ, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അടുത്തായി നമുക്ക് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ അത്ര ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അത് ഇത്തിരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പനീർ ഫ്രൈ ആയി കഴിയുമ്പോൾ അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പനീർ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് പട്ട, കരയാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം ഇവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്നൊരു വിധം മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഒരു 1.5 സവാള ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും, 1/2 സ്പൂൺ പുതിനയില ഉണക്കി പൊടിച്ചതും, 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടി നമ്മൾ ഒരു ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. അടുത്തായി നമുക്ക് ഇതിൽ 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. കൂടെ ഒന്ന് വഴറ്റിയും കൊടുക്കാം. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് പകരം 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഇതിലല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാനൊരു 4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പനീർ മസാല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. മാത്രമല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കണം. നാളെ രാവിലെ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.